വീട്ടിലുള്ളവരും പറയും ഇനി എക്സാം എഴുതി പൈസ കളയണമെന്ന്. പക്ഷെ എനിക്കത് വിട്ടുകളയാൻ തോന്നിയില്ല. മാതാവ് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്ന ആ വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു. എനിക്ക് നടക്കേണ്ട വഴി മാതാവ് ഈശോയും കാണിച്ചു തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, എനിക്ക് നാട്ടിലോട്ട് വരണമെന്നില്ലായിരുന്നു ഈ എക്സാം പാസ്സാവാതെ. അപ്പോൾ ഞാൻ പറയും മാതാവ്, പിന്നെ എനിക്ക് ആനുവൽ ലീവ് വന്നപ്പോൾ ഞാനൊരു മാസത്തെ ലീവ്, പ്ലാൻഡ് ലീവ് അപ്ലൈ ചെയ്തു, എനിക്കത് കിട്ടി. അപ്പം പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, സെപ്റ്റംബർ 21 ഞാൻ നാട്ടിൽ വന്ന് 22 ഞാൻ തിരിച്ചു പോകും. 21 മുന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് നീ എന്തെങ്കിലും തരണം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് നീ എന്നെ വിടാവുന്നു. ഞാൻ പലതവണ ഞാൻ മാതാവിനെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അതും മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ വരുന്നതിന് 1 മാസം മുന്നേ എൻ്റെ പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആയി.